So നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് ഈസ് we have to eliminate a and b from equation 1, 2, 3 and 4. So നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്, so equation 2 is a square plus b square is equal to c square. ഓക്കെ, ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ എ ഈസ് ആക്ച്വലി c square x the whole raised to 1 by 3. B is actually c square y the whole raised to 1 by 3. Now we have substituting this the value of a and b in this equation. So substitute the values in equation 2. So we get, so c square x the whole raised to 1 by 3 the whole square plus c square y the whole raised to 1 by 3 the whole square is equal to c square. Okay, so which is equal to, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a raised to m the whole raised to n is a raised to m into n. So raised to 1 by 3 whole square is raised to 1 by 3 into 2. So c square x the whole raised to 1 by 3 into 2 is actually 2 by 3 plus c square y the whole raised to 1 by 3 times 2 is actually 2 by 3 is equal to c square, which again simplify ചെയ്യുമ്പോൾ we get, so c square the whole raised to 2 by 3 is actually c raised to 4 by 3. Next is actually x raised to 2 by 3 plus c raised to 4 by 3 times y raised to 2 by 3 is equal to c square. So c raised to 4 by 3 രണ്ട് എക്സ്പ്രഷൻ്റെ അകത്തും കോമൺ ആണ്. So which implies c raised to 4 by 3 times x raised to 2 by 3 plus y raised to 2 by 3 is equal to c square. നമ്മൾ ത്രൂ ഔട്ട് c raised to 4 by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the expression becomes x raised to 2 by 3 plus y raised to 2 by 3 is equal to c square divided by c raised to 4 by 3, which is c raised to 2 minus 4 by 3, which is equal to c raised to 2 by 3. That is, നമുക്കിപ്പോൾ എക്സും വൈയും മാത്രമുള്ള എയും ബിയും എലിമിനേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി, വിച്ച് ഈസ് ആക്ച്വലി എക്സ് റൈസ് ടു 2 by 3 പ്ലസ് y raised to 2 by 3 is equal to c raised to 2 by 3, which is the envelope. So നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നു. സോ നമുക്ക് 2 parameter family of curves. In this case the family of curves is actually x by a plus y by b is equal to 1. നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് വൈ എ ബി. അടുത്തതായിട്ട് നമുക്ക് എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷനെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 വിച്ച് ഈസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ ബൈ ബി സ്ക്വയർ ഇൻറ്റു ഡി ബി ബൈ ഡി എ ഇസ് ഈക്വൽ ടു 0. സിമിലർലി ഇക്വേഷൻ 2 പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും, എ പ്ലസ് ബി ഇൻറ്റു ഡി ബി ബൈ ഡി എ ഇസ് ഈക്വൽ ടു 0. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് 4ൽ നിന്ന് ഡി ബി ബൈ ഡി എയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഒരെണ്ണത്തിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഇംപ്ലൈസ്
നമുക്ക് എക്സ് ബൈ എ ക്യൂബ് ഈസിക്കൽ ടു വൈ ബൈ ബി ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസിക്കൽ ടു 1/c² എന്ന് കിട്ടും. സോ അതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തുന്നു. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തിയിട്ട് നമ്മൾ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. സോ ദിസ് ഈസ് ഹൗ വി ഡു ദ പ്രോബ്ലം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ പ്രോബ്ലം. Next question is, find the envelope of the family of curves x by a the whole raised to m plus y by b the whole raised to m is equal to 1 when a raised to n plus b raised to n is equal to c raised to n, where c is considered to be a constant. Okay, നമുക്കിതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. Either we can consider b as a variable which depends upon a, or we can consider both a and b as a variable of some other variable t. പക്ഷെ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത അതേ മെത്തേഡ് വെച്ചാണ് പ്രൊസീഡ് ചെയ്യുന്നത്. വേറൊരു ഡിഫറൻറ്റ് മെത്തേഡ് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, ദയവായിട്ട് അത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ അവിടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് എയും ബിയെയും നമ്മൾ വേറൊരു മൂന്നാമതൊരു വേരിയബിളിൻ്റെ ടേംസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ബി ഈസ് കൺസിഡേർഡ് ടു ബി a variable which depends upon a. So here phi of x y a b which is equal to x by a the whole raised to m plus y by b the whole raised to m minus 1 is equal to 0. This is equation number 1. Next is f of ab which is equal to a raised to n plus b raised to n minus c raised to n is equal to 0. This is equation number 2. Consider a as independent variable and b depends upon a. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മളിതിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യേറ്റിംഗ് 1 പാർഷ്യലി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എയിൽ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ എല്ലാ പവേഴ്സും കോൺസ്റ്റൻ്റ് ആണ്, വൈയും കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ എല്ലാ പവേഴ്സും കോൺസ്റ്റൻ്റ് ആണ്. സോ വി ആർ ഗെറ്റിംഗ് x raised to m into derivative of 1 by a raised to m, which is a raised to 1 by a raised to m is actually a raised to minus m. A raised to minus m the derivative is d by dA of a raised to minus m is minus m times a raised to minus m minus 1 or minus m by a raised to m plus 1. So which is equal to minus m by a raised to m plus 1 plus y raised to m is constant. So 1 by b raised to m the derivative which is minus m by b raised to m plus 1. ഇവിടെ b യെ നമ്മൾ ഡിപ്പെൻസ് അപ്പോൺ എ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ബിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി ഹാവ് അനദർ ടേം വിച്ച് ഈസ് ഡി ബി ബൈ ഡി എ മൈനസ് 0 ഇസ് ഈക്വൽ ടു 0. 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. ഓക്കെ, ഇനി കുറച്ചുകൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ത്രൂ ഔട്ട് നമുക്ക് മൈനസ് എം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൈനസ് എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എം ഡിവൈഡഡ് ബൈ a raised to m plus 1 plus y raised to m divided by b raised to m plus 1 db by dA is equal to 0. This is equation number 3. Now differentiating 2 partially. Equation 2-നെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. So equation 2 is actually a raised to n plus b raised to n is equal to c raised to n. c കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ a raised to n ഡെറിവേറ്റീവ് n ഇൻറ്റു a raised to n മൈനസ് 1 പ്ലസ് b raised to n ഡെറിവേറ്റീവ് n ഇൻറ്റു b raised to n മൈനസ് 1 ഇൻറ്റു db by dA
മൈനസ് 0 ഇസ് ഈക്വൽ ടു 0. നമ്മൾ ത്രൂ ഔട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എയുടെയും ബിയുടെയും ടേംസിലുള്ള മാത്രം എക്സ്പ്രഷൻ കിട്ടും, വിച്ച് ഈസ് എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1 ഇൻറ്റു ഡി ബി ബൈ ഡി എ ഇസ് ഈക്വൽ ടു 0. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഡി ബി ബൈ ഡി എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ബി റൈസ് ടു n മൈനസ് 1 ഇൻറ്റു ഡി ബി ബൈ ഡി എ ഈസ് ആക്ച്വലി മൈനസ് എ റൈസ് ടു n മൈനസ് 1. ഈ എ റൈസ് ടു n മൈനസ് 1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ഡി ബി ബൈ ഡി എ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് എ റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ബി റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഡി ബി ബൈ ഡി എയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഈ ഡി ബി ബൈ ഡി എയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 3-കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ substituting in equation 3 we get equation 3-കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ equation 3 is x raised to m divided by a raised to m plus 1 plus y raised to m divided by b raised to m plus 1 into db by d യുടെ വാല്യൂ മൈനസ് a raised to n minus 1 divided by b raised to n minus 1 is equal to 0, which implies ഈ മൈനസ് ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. സോ എക്സ് റൈസ് ടു എം ബൈ എ റൈസ് ടു എം പ്ലസ് 1 is equal to y raised to m by b raised to m plus 1 into b raised to n minus 1 times a raised to n minus 1. ഈ a raised to n minus 1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ x raised to m by a raised to m plus 1 into a raised to n minus 1 is equal to y raised to m divided by b raised to m plus 1 into a raised to n minus 1. നമുക്ക് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ മൈനസ് 1ഉം ഈ പ്ലസ് 1ഉം നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. സോ we can write it as x raised to m into a raised to m into a raised to n is equal to y raised to m divided by b raised to m into b raised to n. ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആക്കുക. ഓക്കെ, ഇത് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മളുടെ ഒബ്ജക്റ്റീവ് എയും ബിയും എലിമിനേറ്റ് ചെയ്ത് കളയാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് റൈസ് ടു എം ബൈ എ റൈസ് ടു എം ഹോൾ ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ വിച്ച് ഈസ് ഈക്വൽ ടു വൈ റൈസ് ടു എം ഡിവൈഡഡ് ബൈ ബി റൈസ് ടു എം ഡിവൈഡ് ബൈ ബി റൈസ് ടു എൻ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം ബൈ എ റൈസ് ടു എം പ്ലസ് y raised to n divided by b raised to m whole divided by a raised to n plus b raised to n. Okay, now this is actually ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്, ഇതിൻ്റെ വാല്യൂ c raised to n ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി 1 by c raised to n എന്ന് എഴുതാൻ പറ്റും. സോ എക്സ് റൈസ് ടു എം, സോ ഇനിയും ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു, 1 ഞാൻ തേർഡ് ടേമിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ, അല്ലെങ്കിൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 by c റൈസ് ടു എൻ എന്നുള്ളതാണ്. ഈസ് ഈക്വൽ ടു 1 by c റൈസ് ടു എൻ വിച്ച് ഇംപ്ലൈസ് c raised to n into a raised to m, സോറി c raised to, ഈ c raised to n ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, അടുത്ത ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. c raised to n into x raised to m, that's what x raised to m is equal to a raised to m into a raised to n, which implies a raised to m plus n is equal to x raised to m c raised to n. So whole raised to 1 by
എം പ്ലസ് എന്ന് എടുക്കുമ്പോൾ എ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം ഇൻറ്റു സി റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു 1 ബൈ എം പ്ലസ് എൻ. ഓക്കെ, സിമിലർലി നമ്മൾ ഇതിനെയും ലാസ്റ്റ് പാർട്ടിനെ കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടിനെ. സോ വിച്ച് ഈസ് y raised to m divided by b raised to m into b raised to n is actually 1 by c raised to n, which implies c raised to n into y raised to m is b raised to m plus n. ഇതിൽ നിന്ന് ഹോൾ റൈസ് ടു 1 ബൈ എം പ്ലസ് എന്ന് എടുക്കുമ്പോൾ b is equal to c raised to n y raised to m the whole raised to 1 by m plus n. ഇപ്പോൾ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഒന്നുകിൽ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ഈസ് ആക്ച്വലി എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു സി റൈസ് ടു എൻ. എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ആക്ച്വലി എക്സ് റൈസ് ടു എം ഇൻറ്റു സി റൈസ് ടു എൻ the whole raised to 1 by m plus n the whole raised to n, plus b is actually c raised to n y raised to m the whole raised to 1 by m plus n the whole raised to n is equal to c raised to n. So ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു 1 ബൈ എം പ്ലസ് എൻ ഇൻറ്റു എൻ. സോ എക്സ് റൈസ് ടു ദാറ്റ് ഈസ് വിച്ച് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് എക്സ് റൈസ് ടു എം ഇൻറ്റു സി റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു എൻ ബൈ എം പ്ലസ് എൻ പ്ലസ് y raised to m into c raised to n the whole raised to n by m plus n is equal to c raised to n. Now simplifying we get c raised to n the whole raised to n by m plus n. So c raised to n square by m plus n into x raised to m into n, mn by m plus n plus c raised to similarly n square by m plus n into y raised to mn by m plus n is equal to c raised to n. രണ്ടിൻ്റെ അകത്തും c raised to n square by m plus n കോമൺ ഉണ്ട്. സോ c raised to n square by m plus n into x raised to mn by m plus n plus y raised to mn by m plus n is equal to c raised to n. So നമ്മൾ ത്രൂഔട്ട് c raised to n square into c raised to n square by m plus n കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get this expression becomes x raised to mn by m plus n plus y raised to mn by m plus n is equal to c raised to n by c raised to n square by m plus n. Okay, so which is equal to c raised to n minus n square by m plus n, which is c raised to mn by m plus n എന്ന് തന്നെ കിട്ടും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സോ ദ ആൻസർ ബിക്കംസ് എക്സ് റൈസ് ടു mn by m plus n plus y raised to mn by m plus n is equal to c raised to mn by m plus n. So this is the required answer. സോ നമ്മൾ കണ്ടെത്തി. ഇത് പുസ്തകത്തിൽ ഇതിനെ എക്സിനെയും വൈയുടെയും ടിയുടെ വേരിയബിളിലാക്കിയിട്ട് ഡി എ ബൈ ഡി ടി ഡി ബി ബൈ ഡി ടി എന്നുള്ള ടേംസിൽ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഒബ്സർവ് ദാറ്റ് പേജ് എക്സാമ്പിൾ 22 ആയിട്ട്
ദിസ് ഈസ് എക്സാമ്പിൾ 22. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2 സ്റ്റെപ്പുകളിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. പ്ലീസ് നോട്ട് ദാറ്റ് ആസ് വെൽ. So the next is some assignments regarding this section. നിങ്ങൾക്ക് exercise question 1 to 9, page 174 of your guide. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.